ഹായ് ഫ്രണ്ട്സ്, എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ തിരൂർക്ക് ഇറങ്ങിയതാണ്. തിരൂര് രാത്രിയിൽ എന്താണ് ഇപ്പോൾ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. നിങ്ങളെ ബാക്കിൽ കാണുന്ന റോഡ് കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് തിരൂർക്ക് വരുന്ന റോഡാണ്. നമ്മളെ മുന്നിലിപ്പോൾ കാണുന്നത് നേരെ തിരൂർ ടൗണിലേക്ക് പോകുന്ന റോഡാണല്ലേ. നമുക്ക് ഇടതുവശത്ത് ഇവിടെ കാണാം നെസ്റ്റോ കാണാം. നെസ്റ്റോ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ദിവസമായി. ഇപ്പോൾ നോമ്പിൻ്റെ ടൈമാണ്. ഇപ്പോൾ സമയം ഒരു 9:30 ആ ടൈമായിട്ടുണ്ട്. പെരുന്നാളിൻ്റെ പർച്ചേസൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബൈക്ക് ഇവിടെ പുറത്താണുള്ളത്, ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഉള്ളിൽ പാർക്കിങ്ങിൻ്റെ സ്ഥലമുണ്ട്, അവിടുത്തെ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ 12 മണി വരെ അതിനുള്ളിൽ കാലഘട്ടമുള്ളൂ, പിന്നെ 3 മണിക്കാണ് പുറത്ത് ആൾക്കാർ വരാന്നാ പറഞ്ഞത്. അതായത് 12 മണിക്ക് അതിന്റെ ഉള്ളിൽ കയറിയ ആൾക്കാർ 12 മണി വരെ 3 മണിയാവും എന്നാണ് പറഞ്ഞവര്. ആളുണ്ടെന്നാ പറഞ്ഞത്. കുറച്ചും പാടാണ്ട് കഴിഞ്ഞാല് ഇപ്പൊ തന്നെ ഏകദേശം ഒരു 9:45 ഇപ്പൊ തന്നെ ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണാം. ഇവിടെയൊക്കെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നെസ്റ്റോ വരുന്നത്. നെസ്റ്റോൻ്റെ മുമ്പിലാണ് ഇത് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഓൾറെഡി പാർക്കിംഗ് ഉണ്ട്, കാറ് പാർക്കിംഗ് ഉണ്ട്, ബൈക്കിൻ്റെ ഒക്കെ പാർക്കിംഗ് ഉണ്ട്. അതൊക്കെ ഫുള്ളായിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. നമുക്ക് നേരെ നെസ്റ്റോൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയേക്കാം അല്ലേ അമ്മ? നെസ്റ്റോൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതാണ് അവസ്ഥ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നോമ്പ് തുറന്ന് ഒക്കെ നോമ്പ് കാലാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കണം. നമ്മൾ നേരെ നെസ്റ്റോൻ്റെ ഉള്ളിൽ നോമ്പ് പറഞ്ഞ് തറാവീഹ് നിസ്കരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ സമയത്തായി 9:45. ഓക്കെ, 9:10 പക്ഷെ നമ്മളിവിടെ കുറച്ച് മുമ്പ് വന്നപ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു കേക്കിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നത് കേക്കിൻ്റെ വീഡിയോ ഭയങ്കര തിരക്കിലൊക്കെ കേക്കിൻ്റെ ഒരു ഓഫർ ഉണ്ടായിട്ട് നമ്മൾ ആ ഭാഗത്ത് നോക്കാം. അതേപോലെ ആ ഓഫർ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഓഫറൊക്കെ ഉണ്ടായിരുന്ന കേക്കിൻ്റെ അടുത്തേക്കാണ്. അവിടെ ഇപ്പോൾ എന്ത് ഓഫറാണ് നിലവിലുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. 89 ജ്യൂസ്. എന്ത് ജ്യൂസാണ് ഇത്? പേരക്ക ജ്യൂസാണ് അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ചെമിയ, ഒരുപാട് ഓഫറുണ്ട്. നമ്മൾ ആ കേക്കിൻ്റെ അടുത്ത് പോയി നോക്കിയാലോ? നടക്കണ്ട്. ഇതെവിടെ ഇതടാ? 199. ഇതാണ് ആ ഡ്രീം കേക്ക്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 700 ഉള്ളത് 399 ആണ്. ഇതിന് വേണ്ടിയിട്ടായിരുന്ന ഓഫറല്ലേ? അത്ര തിരക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? 399 ഇപ്പോൾ 399. അതിന് മാത്രമുള്ളതൊക്കെ ഉണ്ടോ? ആദ്യം ഭയങ്കര ട്രെൻഡ് ആയിരുന്നില്ലേ? ഇപ്പം എന്താ അവസ്ഥ? തിരക്കുണ്ടായില്ല കാരണത്തിന്. അപ്പോൾ ആ ഓഫർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവിടെ നമ്മൾ ഡ്രീം കേക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു കേക്ക് ഉണ്ട്. ഇത് വരുന്നത് നെസ്റ്റോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് സ്മോൾ. അതിന് ഓഫറുണ്ട്. അത് 350 അതിപ്പോൾ 199 ഇപ്പോൾ കൊടുക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് കേക്കുകൾ കാണാം. ഇവിടെ നമുക്ക് ഒരുപാട് കേക്കുകൾ കാണാം. ഇവിടെ എന്തൊരു ഓഫർ ഉണ്ടല്ലോ, നെസ്കേസ് റഷ്യൻ ഹണി കേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 130 ഇപ്പോൾ 99 കൊടുക്കണല്ലേ സമയ? 99. ഇത് ഏതാണ്? റഷ്യൻ ഹണി കേക്ക്. ഇതേതാ? കോഫി ആണല്ലേ? എനിക്ക് തോന്നുന്നത് ഇത് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് റഷ്യൻ ഹണി കേക്ക് ക്ലാസിക്, പിന്നെ സാഫ്രോൺ, കോഫി, അതേപോലെ തന്നെ പിസ്ത. അങ്ങനെ 4 ഡിഫറെൻറ്റ് ടൈപ്പാണ് ഇത് വരുന്നത്. ഇതൊരു ഹണി കേക്കാണ്. റഷ്യന്ന് വരുന്നതാണ് അല്ലേ? റഷ്യന്ന് വരുന്നല്ലേ? റഷ്യൻ റെസിപ്പിയാണ് ഇതിൽ. റഷ്യന്ന് വരുന്നതല്ല, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൽ റഷ്യൻ റെസിപ്പിയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ കേക്ക് എടുക്കുന്നുണ്ട്. അവരെ പേഴ്സണൽ വീഡിയോസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെമിയ നിർത്തോ? എങ്ങനെയുണ്ട്?
സത്യം പറഞ്ഞോ രസമുണ്ടാ? ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര സ്മൂത്താണ്, നല്ല ടേസ്റ്റാണ് സാധനം. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഓ പൊളി പൊളി. നിങ്ങൾ തിരൂർ നെസ്റ്റോക്ക് വരികയാണെങ്കിൽ ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാം. അത്യാവശ്യം നല്ല രസമുള്ള തന്നെയാണ്. ഓ ഇവിടെ ഇങ്ങനെ കുറേ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, കുറേ ടൈപ്പ് ഡ്രിങ്ക് ഒക്കെ എന്താ റേറ്റ് ഒക്കെ എന്താ അവസ്ഥ? ഇങ്ങനെ സെമി എന്താ അവസ്ഥ റേറ്റ് ഒക്കെ? റേറ്റ് ആപ്പിൾ പീസ് 59 റുപ്യ. വലിയ ബോട്ടില് എത്ര? 1000 മില്ലി. 1000 മില്ലി എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാ? എന്നാ എടുത്തോ സെമിയാ? ആപ്പിൾ പീസ് രണ്ടാണ്. തണുപ്പുണ്ടോ? പൊട്ടിച്ചോ? നല്ല തണുപ്പുണ്ട്. ഇവിടുന്ന് കുടിച്ചാലാ ടേസ്റ്റ് നോക്കാം. ഡ്രീം കേക്കിന് ഇപ്പോഴും നല്ല ആരാധകരുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ 700 ദിർഹം എന്ന് പറഞ്ഞ് മാറി പറഞ്ഞാണ് 700 റുപ്പീസ് കേട്ടോ. ഞാൻ ഒരു നിമിഷം UAE തെറ്റിദ്ധരിച്ചു പോയി. ഒരുപാട് ആരാധകർ ഇപ്പോഴും ഉണ്ട്. ഒരു നല്ല തിരക്ക് തന്നെയാണ് ഈ ഓരോ ഓഫറിന്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഇനാഗ്രേഷൻ അന്ന് ചെയ്താണ്. പക്ഷെ എന്നും ആ ഒരു ടൈപ്പ് അതേപോലെ തന്നെ നല്ല ആൾക്കാരുണ്ട്. 10 മണിയായി, രാത്രി 10 മണിയായിട്ടും നോമ്പായിട്ടും ഇത്ര ആളുകളാണ്. ഇനിയും ആൾക്കാർ വരുന്നതല്ലേ? നേരത്തെ സെക്യൂരിറ്റി പറഞ്ഞ് വേറെന്താ പറഞ്ഞവര്? വേറെ തന്നെ 3 മണിയാവുന്നത് പുറത്തിറങ്ങാനാണ്. അതായത് 12 മണി വരെ അവർ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ കയറ്റിവിടും. പക്ഷെ ആ കയറ്റിവിട്ട ആൾക്കാർ ഇവിടുന്ന് പുറത്തിറങ്ങല് 3 മണി വരെ ആവും. അതുവരെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് നോമ്പായിട്ട് ഇത് സംഭവം പെരുന്നാളിന്റെ അത്താഴത്തിന് പെരുന്നാൾ വരെ പോകുള്ളൂ അല്ലേ? ഇവിടെ പച്ചക്കറിയൊക്കെ ഒരുപാടുണ്ട്. പച്ചക്കറി ഓഫർ ഉണ്ടോ? തക്കാളിക്ക് 18 രൂപയാണ് അല്ലേ? തക്കാളിക്ക് 18 രൂപയാണ്. പുറത്തൊക്കെ എന്താ റേറ്റ്? പുറത്ത് 22 അങ്ങനെ ആ റേഞ്ച് അല്ല. അപ്പൊ തക്കാളിക്ക് ഇവിടെ കുറവാണ് അല്ലേ? കുറവാണ്. ഇവിടെ ഉള്ളി കാണാൻ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എത്ര സമയം? 22.90, 23 റുപ്യ. 24, 25 ഒക്കെ ഉണ്ട്. പുറത്ത് 24 അല്ലേ? 22 അല്ലേ? ആ ടൊമാറ്റോ സോറി ഉള്ളി സവാള. പുറത്ത് എത്ര റേറ്റ് പറഞ്ഞു? 24, 25 ഒക്കെ ആ റേഞ്ച് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ കുറവാണ്. പിന്നെ വത്തക്ക 27.90. അത് സെയിം തന്നെ അല്ലേ? സെയിം തന്നെയാണ്. വത്തക്ക എനിക്ക് കുറച്ച് മുമ്പ് ഇവിടെ 22 തോന്നുന്നു. ഇപ്പോൾ 27 ആയിട്ടുണ്ട്. അപ്പോൾ സെയിം റേറ്റ് തന്നെ ഏകദേശം പുറത്ത് തന്നെയാണ്. ഇറാനിയല്ലേ അത്? ഇത് ഇറാനി യെല്ലോ 40 രൂപ. കിറാനോ വാട്ടർ മെലോൺ കിരണോ അത് 20 രൂപ. അതെന്താ 19.90? അത് പുറത്തെന്താ റേറ്റ്? ഇതന്നെ ഏകദേശം 22 ഉണ്ടാവും. ആ റേഞ്ച് വരുന്നുണ്ട് അല്ലേ? നമ്മളിനി ഡ്രസ്സിൻ്റെ ഭാഗത്തൊന്നും പോയി നോക്കില്ല മോൾക്ക്. പിന്നെ ഫസ്റ്റ് ഫ്ലോർക്ക് വന്നാണ്. താഴത്താണ് ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ മുകൾക്ക് വന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വാച്ച് കാണാം. വാച്ച് ഇത് ലേഡീസ് വാച്ച് ആണല്ലേ? ഇത് ലേഡീസ് അല്ലേ? അതാ അതിൽ എഴുതിയിട്ടുണ്ട്. 499 രൂപയാണ്. പിന്നെ 390 ഇവിടെ വരുന്നത് 399. ഇത് കുറച്ചും കൂടി ഒന്ന് റേറ്റ് കൂടിയതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ 699 ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇത് ലേഡീസിൻ്റെ കേട്ടാ. നല്ല രസമുണ്ട്. ആർക്കെങ്കിലും ഒരു കുഞ്ഞാവ. നമുക്ക് ഈ ഭാഗത്ത് നോക്കാം. ഇവിടെ ഉണ്ട്. ഇവിടെ 699. വേറെ ഡിഫറെൻറ്റ് വാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 699. അതേപോലെ തന്നെ ഇത് 499. നിങ്ങൾ ആരെങ്കിലും വാച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ വാച്ച് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ജെൻസിൻ്റെ വാച്ചാണ്. 599 ഈ ഒരു ഭാഗത്ത് വരുന്നത്. കുറേ ആൾക്കാർ ഇവിടെ വാച്ച് എടുക്കുന്നുണ്ട്. 599 ഈ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണാം 399, 399. പിന്നെ അവിടെ എനിക്ക് അത് ഇഷ്ടമായത് വാച്ച് നല്ല എല്ലാം ഇഷ്ടമാണ്. നല്ല വാച്ചാണ്.
ഇവിടെ കുറച്ചും കൂടെ റേറ്റ് കൂടി കേട്ടോ. അവിടെ ലേഡീസ് ഐറ്റം 899 വരുന്നുണ്ട് ഇവിടെ. സെമി ഇങ്ങോട്ട് നോക്കടാ. പിന്നെ 199 ടീഷർട്ട് ഉണ്ട് ഈ ഭാഗത്ത്. അതുപോലെ കുട്ടികളെ വാച്ച് ഇവിടെ വരുന്നുണ്ട്. ഇത് ലേഡീസ് വരുന്നുണ്ട്. ലേഡീസിന്റെ കുട്ടികളെ ടൈപ്പാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 199 റുപ്യ വാച്ച്. നല്ല അടിപൊളി വാച്ച് ഇതാ 199. ശരി. നല്ല ഇതാ പ്രൈസ് 199. നല്ല വാച്ച് ഇതാ. ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ കുട്ടികൾ അതിന്റെ ഡിസ്പ്ലേ ഒക്കെ തെറ്റിച്ചിട്ടിരിക്കണം. കുട്ടികൾക്ക് പറ്റിയ 199. നല്ല വലിയ വാച്ച് 199. ഇത് ലേഡീസാ? ഇത് ലേഡീസാ? ഇത് ജെൻസിന്റെ 199 അറേഞ്ച്. കുറെ പലതരത്തിലുള്ള വാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് വാച്ചൊക്കെ നോക്കുന്നവർക്ക് ഈ ഭാഗത്തൊക്കെ ടച്ച് വാച്ച് 199. നല്ല ലേഡീസ് ആപ്പിളിന്റെ ആ ഒരു ടൈപ്പ് വരുന്ന വാച്ചൊക്കെയാണ്. ഇനി നമ്മൾക്ക് ഡ്രസ്സിന്റെ എന്തൊക്കെയാണ് ഇവിടെ ഐറ്റംസ് എടുക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്തൊക്കെ അല്ലേ സമയ? നല്ല ജെൻസിന്റെ ഷർട്ട് 299. ഇതാ കല്യാണം കുറേ ഉണ്ട് ഈ ഡ്രസ്സുകൾ. കല്യാണം കൂടാ പെരുന്നാൾക്കും ഡ്രസ് കോഡ് ആക്കിയിട്ടാ. ഇവിടെ ഉണ്ട് ഫുള്ള് കളർ ചേഞ്ചുകൾ. ഇവിടെ ഡ്രസ്സ് എടുക്കാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ഓഫറുകൾ ഉണ്ടാകാം. ഇവിടെ നമ്മൾക്ക് ഇതാ ഓഫർ കാണാം. സെമിയ ഇത് നോക്കടാ. 999. നമ്മൾക്കിവിടെ കാണാം. ഈ ഡ്രസ്സൊക്കെ 999 റുപ്പീസാണ്. 999. ഇവിടെ വരുന്ന ഈ ഷർട്ടൊക്കെ 899 രൂപയാണ് വരുന്നത്. റേറ്റ് കുറവുണ്ടല്ലോ ഇവിടെയൊക്കെ. ഡ്രസ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം റേറ്റ് കുറവൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 399 ഈ സംഭവങ്ങൾ വരുന്നത്. അതുപോലെ 629 ഡ്രസ്സ് ഉണ്ട്. അങ്ങനെ ഡ്രസ്സിൻ്റെ ഏരിയയിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാരുണ്ട്. ഇവിടെ നടക്കുകയാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിനി കൂടുതൽ ഇവിടെ നടക്കാതെ നമ്മളെന്നെ 8 മണിക്ക് തുടങ്ങിയ നടത്താം. അപ്പോൾ നമ്മൾ 10:30. അപ്പോൾ ഞങ്ങൾ ഇനി കൂടുതൽ വീഡിയോ വലിച്ചു നീട്ടാതെ ഇവിടെ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഭയങ്കര തിരക്കാണ്. ഒരുപാട് ആളുകളുണ്ട് ഡ്രസ്സ് എടുക്കാനും പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. സെമിയ ഇതാണിപ്പോൾ നെസ്റ്റോൻ്റെ ഒരു അവസ്ഥ അല്ലേ. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതിൻ്റെ താഴെയാണ് നമ്മൾ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സെമിയ ഒരു ബൈ പറഞ്ഞാൽ.